നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ ആർമി വിളിക്കുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ്, സിഫോയ് ഫാർമ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനും അപേക്ഷയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അഗ്നിവീർ GD, ട്രേഡ്സ്മാൻ, ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചു. അതിന് പിന്നാലെ തന്നെ ആർമിയുടെ വെബ്സൈറ്റിൽ വന്ന നഴ്സിംഗ് അസിസ്റ്റന്റ്, സിഫോയ് ഫാർമ തുടങ്ങിയ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ, ഇന്ത്യൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് റിക്രൂട്ടിംഗ് സോൺ ബാംഗ്ലൂർ, അതിൽ കേരള വരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള എല്ലാ ജില്ലക്കാർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ മെയിൽസിനാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയ ഡേറ്റ് കാണാം 13 ഫെബ്രുവരി 2026 തൊട്ട് 1 ഏപ്രിൽ 2026, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതിക്ക് മുന്നേ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. എക്സാമിനേഷൻ ഡേറ്റ് വരെ വന്നിട്ടുണ്ട്. ജൂൺ മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ്. ടെൻറ്റേറ്റീവാണ്, ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കരുതിയിരിക്കുക. 3-4 മാസം മാത്രമാണ് നമുക്ക് ടൈം കിട്ടുന്നത് പഠിക്കാൻ. ആദ്യം എക്സാമാണ്. പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. കേരളത്തിൽ നിന്നുള്ള എല്ലാ ജില്ലക്കാർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഓരോ പോസ്റ്റുകൾ കാണാം. സോൾജിയർ, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ്, വെറ്റിനറി വരുന്നുണ്ട്. +2 സയൻസ് നിങ്ങൾ 50% മാർക്കോട് കൂടി പാസ്സാവണം. പിന്നെ 40% ഓരോ സബ്ജക്റ്റിലും വേണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസ് തന്നെ, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ് വിത്ത് മിനിമം 50% മാർക്ക് അഗ്രിഗേറ്റോടുകൂടി പാസ്സാവണം. അതിൻ്റെ കൂടെ 40% ഓരോ സബ്ജക്റ്റിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾജിയർ, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ്, വെറ്റിനറിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. 17.5 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. 23-ന് താഴെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ജൂലൈ 1, 2004 മുതൽ ജൂലൈ 1, 2009 ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും. ഇനി സിഫോയ് ഫാർമ വരുന്നുണ്ട്. 10+2 പാസ്സാവണം. ഡി ഫാം 55% അഗ്രിഗേറ്റ് മാർക്കോട് കൂടി പാസ്സാവുക. പിന്നെ രജിസ്ട്രേഷൻ നിങ്ങൾ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലോ അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. 55% മാർക്കോട് കൂടി ഡി ഫാം. ഓക്കെ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 50% മാർക്കോട് കൂടി ബി ഫാം ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ഫാർമസി അല്ലെങ്കിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ യോഗ്യത ഉള്ളവർക്ക് സിഫോയ് ഫാർമയിലേക്ക് അപേക്ഷ അയക്കാം. 19 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ജൂലൈ 1, 2002 മുതൽ ജനുവരി 1, 2008 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും. ഇനി +2 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും അപേക്ഷ അയക്കാൻ പറ്റും എന്ന് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. +2 അപ്പിയറിംഗ് സ്റ്റുഡൻസിന്. ഓക്കെ, അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി 165 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. അപേക്ഷ അയക്കാൻ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ക്വാളിഫൈ ആവാൻ. 77 സെൻറ്റിമീറ്റർ ചെസ്റ്റും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം. അപ്പോൾ പരീക്ഷയ്ക്ക് NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്കും ബോണസ് മാർക്ക് വരുന്നുണ്ട്. NCC A സർട്ടിഫിക്കറ്റ് 5 മാർക്ക്, B സർട്ടിഫിക്കറ്റ് 10 മാർക്കും, C സർട്ടിഫിക്കറ്റ് 15 മാർക്കും, പിന്നെ റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്ത NCC C സർട്ടിഫിക്കറ്റ് ഹോൾഡർക്ക് 20 മാർക്ക് വരെ ബോണസ് മാർക്ക് എക്സാമിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുന്നത് ആദ്യം എക്സാമാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാം. എക്സാമിന് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം, പിന്നെ ആധാർ കാർഡ് കൊണ്ടുപോകണം. ആ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. എൻട്രി ടൈമിന് 30 മിനിറ്റ് മുന്നേ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തണം. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കയറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. 13 ലാംഗ്വേജിൽ എക്സാം എഴുതാം. അതിൽ മലയാളവും വരുന്നുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് OMR ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. അതിൽ അഡ്മിറ്റ് കാർഡ്, പിന്നെ 20 കോപ്പി ഫോട്ടോഗ്രാഫ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ, ഡൊമസൈൽ, നേറ്റിവിറ്റി, പെർമനൻറ്റ് റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ്, പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, റിലീജിയൻ സർട്ടിഫിക്കറ്റ്, പോലീസ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, അൺമാരീഡ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, സ്പോർട്സ് ഉണ്ടെങ്കിൽ അത്, അഫിഡവിറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുപോകണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റാണ്. 1600 മീറ്റർ റണ്ണിംഗ് ആണ്. 6 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ഓടിക്കയറണം. പിന്നെ പുള്ളപ്പ് വരുന്നുണ്ട്. മിനിമം 6 എണ്ണം നിങ്ങൾ പുള്ളപ്പ് എടുക്കണം. 10 എണ്ണം വരെ എടുക്കാം. പിന്നെ 9 ഫീറ്റ് ഡിച്ച് വരുന്നുണ്ട്. 6 ആക്ക് ബാലൻസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമാണ്.
അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇന്ത്യൻ ആർമിയിലേക്ക് ഇതൊരു പെർമനൻറ്റ് ജോബാണ്. അഗ്നിവീർ അല്ല. അഗ്നിവീർ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന GD ട്രേഡ്സ്മാൻ ക്ലർക്ക് പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷനാണ് അഗ്നിവീർ. ഇനി വുമൺ മിലിറ്ററി പോലീസ് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോൾ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ഷിഫായ് ഫാർമ തുടങ്ങിയ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് എത്തിക്കാനുണ്ട്. എല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.